പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു. പ്രതികൾ രാംനാരായണനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശം. വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി പാലക്കാട് SP അജിത് കുമാർ അറിയിച്ചു. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ രാംനാരായണന് അന്യസംസ്ഥാന തൊഴിലാളിക്ക് അതിക്രൂരമായ മർദ്ദനമാണ് ഈ ഒരു ആൾക്കൂട്ടത്തിന്റെ ഭാഗത്തിനും ഉണ്ടായത്. അത്തരം വിശദാംശങ്ങൾ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സുരേഷ്, റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്ന സമാന കാര്യങ്ങൾ തന്നെയാണ്. വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഈ രാംനാരായൺ ഭയ്യയ്ക്ക് ഏറ്റിരിക്കുന്നത്. വടി കൊണ്ടും മറ്റും പുറത്തും കൈക്കുമൊക്കെ അടിച്ചു. അത് വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കുന്ന തരത്തിലായിരുന്നു മർദ്ദനം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണൻ ഭയ്യ എന്ന വ്യക്തി പാലക്കാട്ടേക്ക് തൊഴിൽ തേടിയാണ് എത്തിയത്. പക്ഷേ ഇയാളുടെ ഭാര്യയും മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ഒരു അമ്മ മാത്രമുള്ള വ്യക്തിയാണ്. ഇടയ്ക്ക് മാനസിക അസ്വസ്ഥ്യം പ്രകടിപ്പിക്കാറും ഉണ്ട് എന്നുള്ളതാണ്. ഇയാൾ കിൻഫ്രയിലെ പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്ത് ജോലിക്കായി എത്തി. അവിടെ നിന്നും ഇയാൾ മാനസികാസ്വസ്ഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്നീട് അവിടെ നിന്നും ആ ജോലി സ്ഥലത്ത് നിന്നും ഓടിപ്പോവുകയായിരുന്നു. അങ്ങനെ ഓടിപ്പോയ വ്യക്തി വാളയാറിലെ അട്ടപ്പള്ളം മേഖലയിലേക്ക് എത്തിയ സമയത്ത് അവിടെയുള്ള ആൾക്കൂട്ടം ഇയാളൊരു കള്ളനാണെന്ന് സംശയിച്ചുകൊണ്ട് ഇയാളെ മർദ്ദിക്കുന്ന സ്ഥിതിയായിരുന്നു. വലിയ രീതിയിൽ ആൾക്കൂട്ടം മർദ്ദിച്ച് പിന്നീട് ഇയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നത് വലിയ രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട്, രക്തം വാർന്നാണ് മരണം സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലും സമാന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. വലിയ രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് ഇയാൾക്ക് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ സംഭവത്തിൽ ഇപ്പോൾ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തി CITU തൊഴിലാളിയാണ്, CPM കാരനായ വ്യക്തിയാണ് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കൂടുതൽ പ്രതികൾ കേസിലുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഈ വിഷയത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ആളുകളുടെ അറസ്റ്റ് ഉൾപ്പെടെ ഉടൻ ഉണ്ടാവുമെന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഇനി അറസ്റ്റിലാവാനുള്ള പലരും കോൺഗ്രസ് ബന്ധമുള്ള ആളുകളാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ഇതിൽ ഒരു വ്യക്തിക്ക് BJP ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഉണ്ടാകുന്ന സ്ഥിതിയും ഉണ്ട്. അതായത് ഈ CPM ബന്ധമുള്ള പ്രതികൾ അതുപോലെ തന്നെ അറസ്റ്റിലാവാനുള്ള ആളുകൾ കോൺഗ്രസ്സുകാരായ വ്യക്തികളാണെന്നുൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ള അവരുടെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോൺഗ്രസ് നേതാക്കളും സമാന രീതിയിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്നതിനപ്പുറം ഒരു കേരള ജനത ഇത്തരത്തിൽ നമുക്കറിയാം, അട്ടപ്പാടിയിലെ മധുവിനെ വലിയ രീതിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയാണ്. അന്ന് ആ മധുവിനെ കൊന്നതിൽ CPM-കാരനായ CPM-ൻ്റെ ബ്രാഞ്ച് ചുമതലയുള്ള വ്യക്തി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെയും മറ്റുമൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ അതിലുണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രബുദ്ധരാണെന്നൊക്കെ പറയുമ്പോഴും കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ ഇത്തരത്തിൽ അക്രമം നടത്തുന്നു, അതും പാവങ്ങളായ ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള വിഷയമാണ് ഇതിൽ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നിരിക്കെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല കേസിൽ ഈ പല ആളുകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിട്ടുണ്ട്. ആ വിട്ടയച്ചത് പോലും രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമാണെന്നുള്ള വിമർശനവും ഈ നിമിഷം പുറത്തു വരുന്ന ഒരു സ്ഥിതിയുമുണ്ട്. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതികൾ ഈ അന്യസംസ്ഥാന തൊഴിലാളിയെ അതിക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനം തന്നെയാണ് മരണകാരണം. ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.